ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള പ്രണയ ജോഡികളാണ് എന്ന് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ അവർ പറയുന്നു ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രണയവുമില്ല, ഞങ്ങൾ ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, പ്രേക്ഷകർക്കിടയിൽ ഇവർ പ്രണയജോഡികളാണോ ഇല്ലയോ എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവർ ഫ്രണ്ട്സുകളാണ് എങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡുകളെല്ലാം അതുപോലെ തന്നെ ആയിരിക്കണ്ടേ? ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, ആ രീതിയിലായിരിക്കണം. ഇവർ പറയുന്നു ഗബ്രി ഒരു പെണ്ണായിരുന്നുവെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതൊരാണായതുകൊണ്ടാണ് ഇത്രമാത്രം വിഷയം ഉണ്ടായത് എന്നും പറയുന്നു. എന്നാൽ അതല്ല അവിടുത്തെ കാര്യം. ഒരു ഫ്രണ്ട്സുകൾ തമ്മിൽ വർത്തമാനം പറയുന്നതും ഒരു ലവറുകൾ തമ്മിൽ വർത്തമാനം പറയുന്നതും രണ്ടും രണ്ടാണ്. ആ രീതിയിൽ തന്നെയാണ് അവരവിടെ ബിഹേവ് ചെയ്യുന്നത്. കാരണം കയ്യിൽ പിടിച്ച് മുത്തം കൊടുക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക, ഇതൊക്കെ ഒരു ഫ്രണ്ട്സായിട്ട് ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ ഒരു ഡൗട്ടാണ്. കാരണം ഇത്രയും ക്യാമറ ഉള്ളിടത്ത് ഇവർ വളരെ പ്ലാനഡ് ആയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇവരൊരു ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത് ആ വഴി ഇവർക്ക് വോട്ട് നേടി ഇവിടെ നിൽക്കാനുള്ള ഒരു വഴിയാണ് ഇവർ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കെല്ലാം മനസ്സിലാക്കി തുടങ്ങി ഇവരുടെ ഈ ഒരു പ്രോക്ക് വെറും ഡ്രാമയാണെന്നുള്ളത്. ഇവർ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വലിയ ഫ്രണ്ട്സായിരിക്കുകയാണ്. കാരണം മുത്തം വരെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇവർ വളർന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിരിപ്പ്, ഒന്നിച്ച് കിടപ്പ്, ഒന്നിച്ചുള്ള കയ്യിൽ മുത്തം വെപ്പ്, അങ്ങനെ മൊത്തത്തിൽ ഇവരൊരു രീതിയിൽ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷനൊക്കെ ഈ ചാനലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.